ഒഡീഷയിൽ മലയാളി വൈദികന് നേരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ തുടർ നടപടി സ്വീകരിക്കാതെ ഭരണകൂടം. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണമോ പോലീസിൽ നിന്ന് വിശദീകരണമോ തേടിയിട്ടില്ല. കഴിഞ്ഞ മാർച്ച് 22-നാണ് ബെർഹാംപൂർ രൂപതയിലെ ജുബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനെയും സഹവൈദികനെയും പോലീസ് മർദ്ദിച്ചത്. വിനീത വി.ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഇത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അനക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ദിവസങ്ങൾ ഇത്രയായിട്ടും ഉണ്ടാവുന്നില്ല. എന്താണ് സർക്കാർ വിശദീകരിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇനിയെങ്കിലും സ്വീകരിക്കാൻ ആലോചിക്കുന്നുണ്ടോ വിനീത? തീർച്ചയായും ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് 22-നാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത്. പോലീസ് സംഘം എത്തി ഈ ബെർഹാംപൂർ രൂപതയിലെ മലയാളിയായ വികാരി ജോഷി ജോർജിനെയും ഫാദർ ജോഷി ജോർജിനെയും ഒപ്പം തന്നെ സഹവൈദികനെയുമാണ് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഈ മർദ്ദനത്തിൽ സഹവൈദികന്റെ തോളലിന് പൊട്ടലേറ്റിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇനിയും ഭരണകൂടം യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുവരെയും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദീകരണം പോലും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്, ഒഡീഷ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം ഈ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഫാദർ ജോഷി ജോർജിന്റെ തീരുമാനമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കാര്യവുമില്ലാതെ പോലീസ് എത്തി തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഫാദർ ജോഷി ജോർജ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത് അതിക്രൂരമായി മർദ്ദിക്കുകയും അവരെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒപ്പമുണ്ടായിരുന്ന സഹവൈദികന് ഈ പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തോളലിലാണ് പൊട്ടലേറ്റിട്ടുള്ളത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇനിയും യാതൊരു തരത്തിലുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ യാതൊരു നടപടിയും ഈ ഒഡീഷ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ടി കെ ശരി, വിനീത വി.ജി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.